എല്ലാവർക്കും മിയാസ് ഫുഡ്ബുക്കിലേക്ക് സ്വാഗതം. ഞാൻ ദിവ്യ മെജോഷ്. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമായ ഗുലാബ് ജാമുനാണ്. പാൽപ്പൊടി വെച്ച് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ നല്ല സോഫ്റ്റും ജ്യൂസിയുമായ ഗുലാബ് ജാമുൻ തയ്യാറാക്കിയെടുക്കാം. മുകളിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള ദീപാവലി സ്വീറ്റ് റെസിപ്പികൾ കാണാവുന്നതാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഫുള്ളായി കണ്ടതിന് ശേഷം വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ഗുലാബ് ജാമുൻ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ഒരു ബൗളിലേക്ക് ആദ്യം തന്നെ 2 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കുകയാണ്. അതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി ഒരു സൈഡിലേക്ക് നീക്കി വയ്ക്കാം. അതേപോലെ തന്നെ വേറൊരു ബൗളെടുത്ത് അതിലേക്ക് 2 കപ്പ് പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 250 ml കപ്പിലാണ് ഞാൻ അളന്നെടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മൈദ വേണമെങ്കിലും യൂസ് ചെയ്യാം. അതേപോലെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കയ്യിൽ വെച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അതേപോലെ തന്നെ ഒരു നുള്ളു ഉപ്പും പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കണം. അപ്പോൾ നേരത്തെ വിട്ടുപോയ കാരണമാണ് അതും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. നെയ്യും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ടൊന്ന് നമ്മൾ പുട്ടുപൊടിക്ക് നനച്ചെടുക്കുന്ന പോലെ തന്നെ നനച്ചെടുക്കുകയാണ്. നമ്മുടെ ചപ്പാത്തി മാവിനെ കുഴച്ചെടുക്കുന്ന പോലെ കുറച്ചും കൂടി ഡ്രൈ ആയിട്ടല്ല കുഴയ്ക്കുന്നത്, കുറച്ചും കൂടി ലൂസായിട്ട് വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഡ്രൈ ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗുലാബ് ജാമുൻ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി ഡ്രൈ ആയിട്ട് ഹാർഡായിട്ട് പോവും. അപ്പോൾ നേരത്തെ നമ്മൾ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന റവ ഇപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചെറുതായി ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്, ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതിലേക്ക് ആദ്യം തന്നെ ഞാനൊരു 4 ടേബിൾ സ്പൂൺ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. ആദ്യം തന്നെ എല്ലാ പാലും കൂടിയിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് ലൂസായി പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗുലാബ് ജാമുൻ കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 4 ടേബിൾ സ്പൂൺ ഒഴിച്ചതിന് ശേഷം കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം വേണം ബാക്കിയുള്ള പാൽ ചേർത്ത് കൊടുക്കാൻ. ഞാൻ ഇപ്പോൾ വീണ്ടും ഒരു 2 ടേബിൾ സ്പൂണും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൈ വെച്ചിട്ട് ഒന്നും കൂടിയും കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ ഒന്നും കൂടിയും ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ട്. ഈ ഒരു ലെവലിലാവുമ്പോൾ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യുമ്പോൾ റവ ചേർത്ത കാരണം ഒന്നും കൂടിയും ഡ്രൈ ആയി പോവും. അത് കാരണം തന്നെ ഞാനൊരു 2 ടേബിൾ സ്പൂൺ പാലും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 8 ടേബിൾ സ്പൂൺ പാലാണ് ചേർത്ത് കൊടുത്തത്. അതിനുശേഷം കൈ വെച്ചിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ മാവ് ഇരിക്കണം. അപ്പോഴാണ് 10 മിനിറ്റ് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആയിട്ട് നമ്മുടെ കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ കവർ ചെയ്ത് കൊടുക്കുകയാണ് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു ടൈമിൽ വേറൊരു പാൻ എടുത്ത് അതിലേക്ക് 1.5 കപ്പ് ഷുഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഇതിലേക്ക് സെയിം കപ്പിൽ 2.5 കപ്പ് വെള്ളം കൂടിയും ചേർത്ത് കൊടുത്തിട്ട് സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുകയാണ്. 3 ഏലക്കായ ഒന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ലൈമിൻ്റെ ജ്യൂസും കൂടിയും ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഷുഗർ ക്രിസ്റ്റലൈസ് ചെയ്ത് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുത്തത്. അതിനുശേഷം കയ്യിൽ വെച്ചൊന്ന് ഇളക്കിയിട്ട് ഷുഗർ സിറപ്പ് റെഡി ആവാൻ വേണ്ടിയിട്ട് മീഡിയം ഫ്ലെയിമിൽ അവിടെ വെച്ച് കൊടുക്കാം. ആ ഒരു ടൈമിൽ നമ്മൾ മാവ് മിക്സ് ചെയ്തിട്ടൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാവിൻ്റെ കവറൊന്ന് മാറ്റി കൊടുത്തതിന് ശേഷം അതിൽ നിന്ന് ചെറിയൊരു പോർഷൻ എടുക്കുക. അപ്പോൾ ചെറിയൊരു ബോൾ പോർഷനാണ്. അപ്പോൾ എല്ലാ ബോളുകളും ഒരേ വലുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് സ്പൂണിൽ ജസ്റ്റ് ഒന്ന് അളന്നെടുത്തതിന് ശേഷം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ബോളുകൾക്കും ഏകദേശം ഒരേ വലിപ്പമായിരിക്കും. അങ്ങനെ ഡൗട്ടുള്ളവർക്ക്, അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ചെറിയൊരു പോർഷൻ എടുത്തിട്ട് ബോളാക്കി കൊടുക്കാം. 2 കൈപ്പത്തിയുടെ ഇടയിൽ മാവ് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബോളുകൾ കിട്ടും. ഇതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ബോളുകളും എടുക്കാം. ആദ്യം തന്നെ ചെറിയൊരു പോർഷൻ എടുത്തിട്ട് കൈപ്പത്തി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല കറക്റ്റ് ഷേപ്പിലുള്ള ബോളുകൾ കിട്ടും. ഇതേപോലെ തന്നെ എല്ലാ ബോളുകളും തയ്യാറാക്കിയെടുക്കാം. ഷുഗർ സിറപ്പ് ഇപ്പം നന്നായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കയ്യിൽ വെച്ച് ഇളക്കി കൊടുക്കുകയാണ്. ഒരു 10 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ നന്നായി തിളയ്ക്കുമ്പോൾ തന്നെ നമ്മുടെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ട് വരും. ബോളുകളെല്ലാം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുങ്ങി വറുക്കാവുന്നതിന് ആവശ്യമായിട്ടുള്ള ഓയിൽ വേണം ഒഴിച്ചു കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ചും കൂടി തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ലോ ഫ്ലെയിമിലേക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഈ വലിപ്പത്തിലുള്ള 30 ബോളുകളാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്, ഒരു മീഡിയം വലിപ്പത്തിൽ. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു ലോ ഫ്ലെയിമിലേക്ക് ചേഞ്ച് ചെയ്തതിന് ശേഷം വേണം ബോളുകൾ ഇട്ട് കൊടുക്കാൻ. അതേപോലെ തന്നെ ബാക്കിയുള്ള ബോളുകൾ മൂടി വെച്ച് കൊടുക്കുകയും ചെയ്യണം. ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഓരോ ബോളുകളായിട്ട് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അറ്റ് എ ടൈം ഒരു 5-6 ബോളുകൾ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കയ്യിൽ വെച്ചിട്ട് നമുക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. അപ്പോൾ അതൊന്ന് എല്ലാ സൈഡും ഒരേപോലെ ഒന്ന് മുരിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് കയ്യിൽ വെച്ച് ഇളക്കി കൊടുക്കുന്നത്. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത കാരണം തന്നെ നമ്മുടെ ഉള്ളും കുക്കായി കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിലാണെങ്കിൽ ഉള്ളിൽ കുക്കായി കിട്ടില്ല. അപ്പോൾ ഈ കയ്യിൽ വെച്ച് ഇതേപോലെ തന്നെ ഇളക്കി കൊടുക്കണം. അപ്പം നമ്മുടെ ബോളൊക്കെ ഇപ്പോൾ ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ
എല്ലാം ഒന്ന് ചെറുതായി ഒന്ന് കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നന്നായി കളറ് മാറി തുടങ്ങുന്ന ഈ ഒരു ടൈമിൽ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് കയ്യിൽ വെച്ചിട്ട് ഒന്നും കൂടി ഇളക്കിയെടുത്തിട്ട് വേണം സ്റ്റെയിൻ ചെയ്തെടുക്കുക. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഓയിൽ നന്നായി കുടിക്കില്ല. അതിനുശേഷം വേണം സ്റ്റെയിൻ ചെയ്തിട്ട് ഷുഗർ സിറപ്പിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഷുഗർ സിറപ്പ് അവിടെ ലോ ഫ്ലെയിമിൽ കിടക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ എല്ലാ ബോളുകളും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കയ്യിൽ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോഴാണ് ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് ഗുലാബ് ജാമുനിൽ പിടിക്കുള്ളൂ. അപ്പം മൂടി വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കത് ഓപ്പൺ ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഷുഗർ സിറപ്പൊക്കെ ഗുലാബ് ജാമുനിൽ പിടിച്ചിട്ടുണ്ട്. നമുക്കൊരു കയ്യിൽ വെച്ച് ഇളക്കി. അങ്ങനെ നമ്മുടെ ഗുലാബ് ജാമുൻ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് വീട്ടിൽ നല്ല സോഫ്റ്റും അതുപോലെ ജ്യൂസിയുമായിട്ടുള്ള ഗുലാബ് ജാമുൻ തയ്യാറാക്കിയെടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം പുതിയ വെറൈറ്റി റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.